കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് 34-ാം ദിവസം ശ്രീമദ് ദേവി ഭാഗവതം രുരു വിവാഹമാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. പരീക്ഷിത്ത് തുടർന്ന് പറയുകയാണ്. മകൻ കാമപരവശ്യത്തോടുകൂടി വിഷണ്ണനായി കിടക്കുന്നത് കണ്ട് രുരുവിനോട് അച്ഛൻ കാരണം അന്വേഷിച്ചു. സ്ഥൂലകേശന്റെ മകളായ പ്രമധ്വര എന്ന കന്യകയെ എനിക്ക് പത്നിയായി ലഭിക്കാതെ എൻ്റെ ഈ ആകുലത അവസാനിക്കുകയില്ല എന്നായിരുന്നു രുരുവിന്റെ ഉത്തരം. പ്രമതി സ്ഥൂലകേശനെ സമീപിച്ച് കന്യകയെ തന്റെ പുത്രനായി തരണമെന്ന് അഭ്യർത്ഥിച്ചു. വിവാഹത്തിനുള്ള ശുഭമുഹൂർത്തത്തിനായി അവർ കാത്തിരുന്നു. വേളിക്കായുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് പ്രമതിയും സ്ഥൂലകേശനും അടുത്തടുത്ത പർണശാലകളിൽ വസിക്കുകയും ചെയ്തു. അങ്ങനെ മംഗളമുഹൂർത്തം കാത്തു കഴിയവേ പ്രമധ്വര ഒരിക്കൽ മുറ്റത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു പാമ്പിനെ ചവിട്ടാനിടയായി. ആ സർപ്പം അവളെ ദംശിക്കുകയും ഉടനെ മരണം സംഭവിക്കുകയും ചെയ്തു. മുനിമാരെല്ലാവരും വിഷമത്തോടെ നിലവിളിക്കാൻ തുടങ്ങി. സ്ഥൂലകേശനും രുരുവും ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. എന്റെ സുഖത്തെ നശിപ്പിക്കാനായി ആരാണ് ഈ സർപ്പത്തെ ഇപ്പോൾ ഇവിടെ വരുത്തിയത്? ഇവളെ വെടിഞ്ഞുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട. ഇവളെ ഒന്ന് പുണരാനോ ചുംബിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ കൈ പിടിക്കും മുമ്പ്, ലാജാഹോമം ചെയ്യും മുമ്പ് അവളെ മരണം കവർന്നിരിക്കുന്നു. ഞാനും അവൾക്കൊപ്പം ജീവൻ ഒടുക്കും. എത്ര നിന്ദ്യമാണ് മനുഷ്യന്റെ ആശകൾ. ഇപ്പോൾ തന്നെ എൻ്റെ പ്രാണൻ പോകട്ടെ. കഷ്ടം. ദുഃഖിതൻ വേണമെന്ന് വിചാരിച്ചാൽ പോലും പ്രാണൻ അവനെ വിട്ടുപോവുകയില്ല. ഇനി ഈ ഭൂമിയിലെ സുഖം എനിക്ക് എങ്ങനെ അനുഭവിക്കാനാകും? ഞാൻ കടലിൽ ചാടിയോ അഗ്നിയിൽ എരിഞ്ഞോ മരിക്കാൻ പോവുകയാണ്. അപ്പോഴും എന്നിലൊരു സംശയം ബാക്കിയാണ്. ആത്മഹത്യ ചെയ്തവന് ഗതി കിട്ടുമോ? ഞാൻ പോയാൽ മാതാപിതാക്കൾ ദുഃഖിക്കും. മറ്റുള്ളവരും ദൈവവും സന്തോഷിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ പ്രിയതമയ്ക്ക് അതിൽ എന്താണ് നേട്ടം? ആത്മഹത്യ ചെയ്താൽ എനിക്ക് പരലോകത്ത് പോലും പ്രിയതമയെ ലഭിക്കില്ല. ഒടുവിൽ മരിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിക്കുന്നത് തന്നെയാണെന്ന് നിശ്ചയിച്ച് രുരു കുളിച്ചു ശുദ്ധമായി വന്നു. ഞാൻ സുകൃതം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ അനുഷ്ഠിച്ച ജപഹോമാദികൾ ഭക്തിപൂർവം ചെയ്തിട്ടുള്ളവയാണെങ്കിൽ, ഞാൻ സൂര്യദേവനെ ഗായത്രി ജപത്താൽ ഇതുവരെ അർപ്പിച്ചതിൽ കളങ്കലേശമില്ലെങ്കിൽ, എൻ്റെ പ്രിയ ഇപ്പോൾ ജീവനോടെ എഴുന്നേൽക്കട്ടെ, അല്ലെങ്കിൽ ഈ ക്ഷണം ഞാൻ പ്രാണൻ ത്യജിക്കും എന്ന് പറഞ്ഞ് ധ്യാനനിരതനായി രുരു കയ്യിലിരുന്ന ജലമെടുത്തു കുടഞ്ഞു. ഇങ്ങനെ വിരഹതാപത്താൽ ഉരുകുന്ന രുരുവിന്റെ മുന്നിൽ ഒരു ദേവദൂതൻ വന്ന് ഇങ്ങനെ പറഞ്ഞു. സാഹസമരുത് മുനികുമാര, മരിച്ചവൾ എങ്ങനെ ജീവിക്കാനാണ്? ഈ ദേവനാരിയുടെ ആയുസ് തീർന്നിരിക്കുന്നു. അങ്ങിനി മറ്റൊരു നാരിയെ വേൾക്കുക. വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേക്ക് ഇവളിൽ ഇത്രയ്ക്ക് പ്രീതി തോന്നാൻ കാരണം എന്താണ്? ഇവളല്ലാതെ മറ്റൊരുവളെ വരിക്കാൻ എനിക്കാവില്ല. ഇവൾക്ക് ജീവൻ ഉണർന്നില്ലെങ്കിൽ എൻ്റെ മാർഗം മരണം മാത്രമാണ്. അപ്പോൾ ദേവദൂതൻ രുരുവിനായി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. ദേവന്മാർ പണ്ട് കൽപ്പിച്ച ഒരു വിദ്യയാണ്. നിന്റെ ആയുസിന്റെ പകുതി ഇവൾക്ക് നൽകിയാൽ ഇവളെ വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായും ഞാൻ അവൾക്ക് എൻ്റെ ആയുസിന്റെ പകുതി നൽകാം. എൻ്റെ പ്രിയ ജീവനോട് എഴുന്നേൽക്കട്ടെ. ആ സമയം തൻ്റെ മകൾ മരിച്ചുവെന്നറിഞ്ഞ വിശ്വവസു വിമാനമാർഗം അവിടെ എത്തിച്ചേർന്നു. തൻ്റെ പുത്രിയായ പ്രമധ്വരയെ ജീവിപ്പിക്കണമെന്ന് അദ്ദേഹം യമധർമ്മരാജനോട് അഭ്യർത്ഥിച്ചു. ധർമ്മരാജൻ, രുരുകാമിനിയായ പ്രമധ്വര പാമ്പുകടിയേറ്റ് മരിച്ചിരിക്കുന്നു. അവളുടെ കാമുകൻ രുരു തൻ്റെ അർദ്ധായുസ് നൽകാൻ തയ്യാറായി നിൽക്കുന്നു. അങ്ങയുടെ പ്രഭാവം കൊണ്ട് അവളിൽ ജീവൻ അങ്കുരിപ്പിച്ചാലും അങ്ങനെയാകട്ടെ എന്ന് ധർമ്മരാജൻ അനുഗ്രഹിച്ചു. പ്രമധ്വരയെ ദേവദൂതൻ ജീവിപ്പിച്ചു. രുരു അവളെ വിധിപൂർവം വേളി കഴിച്ചു. പരീക്ഷിത്ത് തുടർന്നു. അങ്ങനെ മണി മന്ത്ര ഔഷധങ്ങളാലും ഉപായമാർഗങ്ങൾ കൊണ്ടും പ്രാണരക്ഷ ചെയ്ത പൂർവ്വ സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇങ്ങനെ മന്ത്രിമാരോട് പറഞ്ഞ് രാജാവ് പള്ളിയറയ്ക്ക് ചുറ്റും കാവൽ ഏർപ്പെടുത്തി. 7 നിലയുള്ള മാളികയുടെ മുകളിൽ സജീവന്മാരോടൊപ്പം രാജാവ് താമസം തുടങ്ങി. കാവലിനായി മണിമന്ത്രവിദ്യകൾ അറിയാവുന്നവർ നിരന്നിരുന്നു. രാജാവ് തന്റെ തെറ്റുകൾ പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗൗരമുഖൻ എന്നു പേരായ ഒരു മുനിയെ മഹർഷി ശമീകന്റെ ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. കാവൽ അതിശക്തമായിരുന്നു. മന്ത്രിപുത്രൻ ആനകളെ നിരത്തി നിർത്തി. കാറ്റിന് പോലും ഉള്ളിൽ കടക്കാൻ അനുവാദം വേണമെന്നതുപോലെയായിരുന്നു സംവിധാനങ്ങൾ ചെയ്തു വെച്ചത്. രാജ്യകാര്യങ്ങൾ മന്ത്രിമാരോട് ചർച്ച ചെയ്തു. ആ സമയത്ത് കശ്യപൻ എന്ന പേരായ ബ്രാഹ്മണൻ രാജാവിന് മൃത്യുശാപം കിട്ടിയ വിവരമറിഞ്ഞ് രാജാവിൽ നിന്നും തനിക്ക് എന്തെങ്കിലും ദക്ഷിണ കിട്ടുമെന്ന് ഉറപ്പോടെ രാജാവിനെ കാണാൻ പുറപ്പെട്ടു. വേദപണ്ഡിതനാണെങ്കിലും കശ്യപൻ ധനമോഹിയായിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്നും പുറപ്പെട്ട് വഴിയിലെത്തി. തുടർന്നുള്ള
കഥ നമുക്ക് വരുന്ന ദിവസം കേൾക്കാട്ടോ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.